അസ്സലാമു അലൈക്കും ഗൈസ്, നമ്മളിന്നിവിടെ അയക്കൂറ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് അതിന് മസാല ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക, പിന്നെ കുറച്ച് ഒരു അരമുറി ചെറുനാരങ്ങ നീര് എടുക്കുക, ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ കുറച്ച് എണ്ണയും കൂടി കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഓരോന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും മുളകെല്ലാം പിടിക്കൂലും, അല്ലെങ്കിൽ മസാല അങ്ങനെ പിടിക്കൂല ഒന്നിച്ചാക്കുമ്പോൾ. നമ്മൾ ഓരോന്നായിട്ട് മസാല പെരക്കി വെച്ച് ഞങ്ങൾ ഫുള്ളായിട്ട് അതിന് മസാല ഒക്കെ തേച്ച് പിന്നെ നമ്മൾ അടുത്തത് അത് ഫ്രൈ ചെയ്യാൻ പോവുകയെന്ന് എണ്ണ വെച്ചിട്ട്. നമ്മൾ മീൻ കുറച്ച് കൂടുതലായതുകൊണ്ട് 2 തവണയായിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഫസ്റ്റത്തെ മാറ്റി വെച്ചിട്ട് രണ്ടാമത് നമ്മൾ വീണ്ടും കുറച്ച് പൊരിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ കൂടെ തന്നെ ഇത് ഇപ്പുറത്തെ മീനിൻ്റെ മസാല ആക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി ഫസ്റ്റ് ഇട്ട് എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റുക. അപ്പോൾ വേഗം വഴഞ്ഞ് കിട്ടും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാൽ. അതിൽ നമ്മൾ കുറച്ച് വഴഞ്ഞതിന് ശേഷം തക്കാളി ഇടുന്നത്. തക്കാളി നമ്മൾ ജ്യൂസിലടിച്ചിട്ടാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അത് സ്കിപ്പായിപ്പോയി. പിന്നെ തൈരും ചേർക്കുക കുറച്ച് നല്ലോണം. അങ്ങനെ നല്ലോണം അത് വഴഞ്ഞതിന് ശേഷം മീൻ നമ്മളതിലേക്ക് ഇടുക. പൊട്ടുന്നതുകൊണ്ട് മേലെ ഇങ്ങനെ വെക്കുന്നതാണ്, പൊട്ടിപ്പോവും മീനായതുകൊണ്ട് പെട്ടെന്ന്. നമ്മൾ മീനൊക്കെ അതിലേക്ക് വെച്ച് ഒന്ന് ചെറുങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അത് റെഡിയാകുമ്പോൾ നമ്മളിപ്പുറത്ത് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് അതിൽ പശുവിനെ ഒഴിച്ച് കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഗ്രാമ്പും പട്ടൻ്റെ ഇലയും ഒക്കെ ചേർത്ത് ഒന്ന് ചെറുങ്ങനെ അത് പൊരിയുന്ന വരെ നിൽക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കൈമേൻ്റെ ജീരകശാല അരിയാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ചധികം വെക്കുന്നുണ്ട്. അളന്നെടുത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്ത്. ഇനി വെള്ളം നല്ലോണം തിളച്ചെന്ന് തോന്നുന്നു. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരിയെടുത്ത് അതിലേക്ക് ഇടുക.
നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുക ചെറിയ ലോ ഫ്ലെയിമിൽ. നമ്മളെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം റെഡിയായി. ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായി മസാല ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മസാല ഇട്ടതിന് ശേഷം ആ ചോറ് അതിൻ്റെ മേലിട്ടിട്ട് ഒരു കുറച്ച് ദമ്മ് പോലെ വെക്കണം. അങ്ങനെ അതിൽ നമ്മൾ എല്ലാം ചേർത്ത് ഇപ്പം നല്ല ചോറ് ഇവിടെ റെഡിയായി. ടേസ്റ്റി ആയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട്